ഹായ് ഓൾ. ഇന്ന് നമ്മളൊരു പുതിയ ഇപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻവിസിബിൾ ചെയിനാണ് ഉണ്ടാക്കാനായിട്ട് പോണത്. അപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ചെയിനാണിത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഗിയർ വയർ, ഗിയർ ലോക്ക്, പിന്നെ ബാക്കിൽ നമ്മൾക്ക് അഡ്ജസ്റ്റബിൾ റോപ്പ് അല്ലെങ്കിൽ ചെറിയ ചെയിന് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചെറിയൊരു ചെയിനാണ്. പിന്നെ കട്ടറും പ്ലെയറും, പിന്നെ നമുക്ക് ഗിയർ ലോക്ക് ആവശ്യമാണ്. ഈ മാലയ്ക്ക് എന്താ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം ഗിയർ ലോക്ക്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ സൈസുള്ള ബീഡ്സും ഇതുപോലെ ഒരു പെൻഡൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഇത് സൈഡിൽ മാലേൻ്റെ സൈഡിലൊക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പെൻഡൻ്റാണ്. ഇത് നമുക്ക് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് എവിടെ വേണമെങ്കിലും മിഡിലായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇതിനെ ഒരു പെൻഡൻറ്റിൻ്റെ രൂപത്തിൽ നടുവിലായിട്ട്, മാലേൻ്റെ നടുവിലായിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പം നമുക്ക് എത്രയാണോ ഗിയർ വയർ ആവശ്യമായിട്ടുള്ളത് ലെങ്ത്തിനനുസരിച്ചിട്ട് ഗിയർ വയർ നമ്മൾ ആ റോളിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുക. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഗോൾഡൻ കളർ ഗിയർ വയറാണ്. അപ്പം നമ്മൾക്ക് ഇപ്പോൾ ഗോൾഡൻ കളറാണ് ഈ മുത്തൊക്കെ യൂസ് ചെയ്യുന്നതെന്നുള്ളത് കൊണ്ടാണ് ഗോൾഡൻ കളർ ഗിയർ വയർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഗിയർ വയറിൽ മിഡിലായിട്ട് ആ പെൻഡൻറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കോർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡിൽ ബീഡ്സ്, ആ പെൻഡൻറ്റിന് മാച്ചിങ് ആയിട്ടുള്ള ബീഡ്സാണ് കോർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് മെറൂണും ഗ്രീനും വൈറ്റ് കളറിലുള്ള ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. നോർമൽ ബീഡ്സാണ്. അതുകൂടാണ്ട് പിന്നെ ഗോൾഡൻ കളർ ബീഡ്സും എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് എങ്ങനെയാണോ ആവശ്യം, എങ്ങനെയാണോ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ താല്പര്യം, അതിനനുസരിച്ച് നമുക്ക് ബീഡ്സ് ഇതിൽ കോർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മെറൂണും ഒരു ഗോൾഡനും പിന്നെ ഗ്രീനും അങ്ങനെയാണ് ഞാനിപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. രണ്ട് സൈഡിലും ഒരേപോലെ വരുന്ന രീതിയിൽ കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാരലായിട്ട് ഒരു സൈഡ് കഴിഞ്ഞിട്ട് അടുത്ത സൈഡ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ രണ്ട് സൈഡിലും ഇങ്ങനെ ബീഡ്സ് ഇട്ടതിന് ശേഷം ഇനി നമ്മളിപ്പോൾ ചെയ്യുന്നത്, ഇപ്പം ഞാനിപ്പോൾ രണ്ട് സൈഡിലും 3 ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മെറൂണും ഒരു ഗോൾഡനും ഗ്രീനും. ഇതിന് ശേഷം ഇനി രണ്ട് സൈഡിലും ഈ ഗിയർ ലോക്കാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് രണ്ട് സൈഡിലും ഒരേപോലെ അതായത് ഒരേ രീതിയിൽ വരുന്നത് പോലെ നമ്മൾ ഗിയർ ലോക്കിനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഗിയർ ലോക്ക് ഇട്ടതിന് ശേഷം പ്ലെയർ എടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഇപ്പം നമ്മൾ ഈ ഗിയർ വയർ നീങ്ങി പോവാതിരിക്കാനായിട്ട് നല്ലപോലെ കൈകൊണ്ട് പിടിച്ച് വേണം ഗിയർ ലോക്ക് ചെയ്യുമ്പോൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ബീഡ്സ് നീങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ നല്ലോണം പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഗിയർ ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് കറക്റ്റ് ആവില്ല. ഗിയർ ലോക്കും ഒരു സ്ഥലത്ത് മുത്ത് വേറെ സ്ഥലത്താണെങ്കിൽ നമ്മൾക്ക് ഈ മാല അത്ര പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ട് പിടിച്ചിട്ട് ഗിയർ ലോക്ക് ചെയ്ത് കൊടുക്കുക, പ്ലെയർ വെച്ചിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മിഡിൽ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഇപ്പോൾ ഇൻവിസിബിൾ വയറിലുള്ള ചെയിൻ എന്ന് പറയുമ്പോൾ തന്നെ ഇടയിൽ ആ വയർ കാണുന്ന രീതിയിലാണ് മാല നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ഭാഗം ആ വയർ വിട്ടതിന് ശേഷം വീണ്ടും ഒരു ഗിയർ ലോക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അടുത്ത സെറ്റ് ഓഫ് ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ മെറൂണ്, ഗോൾഡൻ, പിന്നെ വൈറ്റ്, ഗ്രീന് അങ്ങനെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എത്ര ബീഡ്സാണോ നിങ്ങൾക്ക് ആവശ്യം, നിങ്ങൾക്ക് എത്ര എണ്ണം ഇട്ട് കഴിഞ്ഞാലാണ് ഭംഗിയെന്ന് തോന്നുന്നത് അത്രയും ബീഡ്സ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലൊരു മെറൂൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ മാത്രമാണ് ഈ സൈഡിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ രണ്ട് സൈഡിലും ഒരേ രീതിയിൽ വരത്തക്ക രീതിയിൽ ബീഡ്സ് ഇട്ടിട്ട് ഗിയർ ലോക്ക് വെച്ച് ലോക്ക് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇടയിൽ വയർ കാണുന്ന പോലെ തന്നെ ചെയ്യണം, എങ്കിൽ മാത്രമേ ഈ മാലയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഭംഗി കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു സൈഡിൽ നമ്മൾ കുറച്ച് ഗിയർ വയർ വിട്ടതിന് ശേഷം ബീഡ്സ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ട്
കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. സെയിം അതേപോലെ തന്നെ നെക്സ്റ്റ് സൈഡിലും വരുന്നത് പോലെ കറക്റ്റായിട്ട് ബീഡ്സ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതായത് ഗിയർ വയറിൽ ഗിയർ ലോക്ക് ഇട്ടിട്ട് ചെയ്യണ സമയത്ത് രണ്ടും ഒരേ രീതിയിൽ വരുന്ന പോലെ ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് താഴെയും ഒന്ന് മുകളിലൊക്കെ ആയിട്ട് നിൽക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു സൈഡ് ചെയ്തിട്ട് അടുത്ത സൈഡ് ഈക്വലായിട്ട് ചെയ്തു പോകുന്നത്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മാലയാണ്. മാത്രമല്ല വളരെ ചിലവ് കുറഞ്ഞ ഒരു മാലയാണിത്. നമ്മളിപ്പം ഏത് ടൈപ്പ് ഓഫ് ബീഡ്സ് ആൻഡ് പെൻഡൻ്റ് ഒക്കെയാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടിരിക്കും മാലൻ്റെ കോസ്റ്റ്. ഇപ്പോൾ ഞാനിപ്പം ഈ പെൻഡൻ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ബീഡ്സ് മിഡിലിൽ കൊടുത്തിരിക്കുന്ന ബീഡ്സ് 50 രൂപ കോസ്റ്റാണ് അതിനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് അത് യൂസ് ചെയ്യാം. ഇപ്പം നമുക്കിപ്പം ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ലോട്ടസും അതുപോലെ കുറേ നമുക്ക് ഇങ്ങനെ കൊടുക്കാനായിട്ട് കുറേ ബീഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഏതാണോ നമുക്ക് അവൈലബിൾ അതിനനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് സൈഡും ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്തതിന് ശേഷം ഹൂക്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ഞാൻ ഹൂക്സ് അറ്റാച്ച് ചെയ്യുമ്പോൾ 2 ഗിയർ ലോക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്തിട്ടാണ് ഞാൻ ഹൂക്സ് കൊടുക്കാറുള്ളത്. ഇപ്പോൾ ഈ ഒരു മാല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഗിയർ ലോക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന വയറ് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏകദേശം മാല കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഗിയർ ലോക്ക് ഇട്ടിട്ട് നമ്മൾ ബാലൻസ് വരുന്ന വയറെല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഹാപ്പി ഓണം.